Hello everyone, welcome to Franklin's Lectures, India's #1 engineering education platform. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കീമിന്റെ PYQ ഡിസ്കഷൻ സീരീസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് റേറ്റ്, റിയാക്ഷന്റെ റേറ്റ്, റിയാക്ഷന്റെ ഓർഡർ, പിന്നെ എന്താണ് കുറച്ച് അരീനിയസ് ഇക്വേഷൻ, ആക്ടിവേഷൻ എനർജി, ഇതൊക്കെയാണ് എന്താ നമ്മുടെ ഈ ഒരു റിയാക്ഷൻ, ഈ ഒരു കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിൽ വരുന്നതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഓർഡർ ഓഫ് ദ റിയാക്ഷനും റിയാക്ഷന്റെ റേറ്റും ഒക്കെയാണ് മെയിൻ ആയിട്ട്. അപ്പൊ അതിനൊക്കെ വരുന്ന പ്രോബ്ലംസ് ആണ് നമുക്ക് അധികം ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് എന്താണ്? സം എൻസൈംസ് കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് വിച്ച് ഒക്കേഴ്സ് അറ്റ് മെറ്റൽ സർഫസ്. അപ്പോൾ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് ഇൻ മെറ്റൽ സർഫസ്, മെറ്റൽ സർഫസിൽ നടക്കുന്ന എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസിന്റെ ഓർഡർ ഏതാണെന്നാണ്. ഫസ്റ്റ് ഓർഡർ ആണോ, സെക്കൻഡ് ഓർഡർ ആണോ, തേർഡ് ആണോ, സീറോ ആണോ, അതോ ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻസ് ആണോ? അതായത് ഈ എൻസൈം റിയാക്ഷൻസ് ഓൺ മെറ്റൽ സർഫസ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കാം, അത് എപ്പോഴും എന്തായിരിക്കും? അതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. അതെന്തായിരിക്കും? ഒരു സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ ഓൺ മെറ്റൽ സർഫസ് എന്താണ്? എപ്പോഴും ഒരു സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. കാരണം എന്താണ്? അവിടെ ഒരു സീറോ ഓർഡറിലാണ്. കാരണം സാച്ചുറേറ്റഡ് കോൺസെൻട്രേഷൻ എപ്പോഴും ഈ ഒരു റിയാക്ഷനിൽ സാച്ചുറേറ്റഡ് ആയിരിക്കും. അപ്പൊ റേറ്റും അതിന്റെ കോൺസെൻട്രേഷനും എന്തായിരിക്കും? ഈക്വൽ ആയിട്ട് വരും. റേറ്റ് ഈസ് ഈക്വൽ ടു എന്തായി മാറും? കോൺസെൻട്രേഷൻ ഈക്വൽ ആയിട്ട് വരും. അപ്പൊ അതെന്താണ്? സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് ഓൺ മെറ്റൽ സർഫസ് എന്താണ്? സീറോ ഓർഡർ റിയാക്ഷൻസ് ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്? ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അറ്റ് 298 Kelvin is 20 minutes. The time in minimum required for 99.9% completion of the required at the same temperature. അതായത് എന്താണ്? ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട് 20 മിനിറ്റ്സ് ആണ്. ടെമ്പറേച്ചർ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 298 Kelvinലാണ് റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ദ ടൈം റിക്വയർഡ് ഫോർ ദ 99.9% കംപ്ലീഷൻ. അപ്പൊ ഒരു 99.9% കംപ്ലീഷൻ, റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, അതേ സെയിം ടെമ്പറേച്ചറിൽ ആ ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്, പിന്നെന്താണ്? പിന്നെ നമുക്ക് ടെമ്പറേച്ചറും, പിന്നെ എത്ര 99.9% ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിനൊരു കോൺസെൻട്രേഷന്റെ ഒരു പെർസെൻറ്റേജ് 99.9% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളോട് അത് ചോദിച്ചിട്ടുള്ളത് ആ 99.9% കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതെന്ത് റിയാക്ഷൻ ആണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആവുന്ന സമയത്ത് നമുക്ക് എന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ ടൈം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയണം. എന്താണ്? T is equal to 2.303 by K into log A0 by A. ഈ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോൺസെൻട്രേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? കെ അറിയണം. കെന്റെ വാല്യൂ ഇവിടെ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? കെ കണ്ടുപിടിക്കണം. അപ്പൊ കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2.303 by T half. 2.303 അല്ല, 0.693 ആണ്. 0.693. K is equal to എന്താണ്? 0.693 by T half വരും അല്ലേ? 0.693 by T half വരും. ഓക്കെ, ഈ 0.693 by T half ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടും? കെന്റെ വാല്യൂ കിട്ടും. ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് വരും? 0.693 by T half തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്രയാണ്? 20 മിനിറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 20 ചെയ്യും. ഓക്കെ, അപ്പൊ 20 ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ഇത് കിട്ടും. എന്ത്? കെ കിട്ടും. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ടൈമിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടൈമിന്റെ ഇക്വേഷൻ എന്താ? T is equal to 2.303 by K into log A0 by A ആണ് അല്ലേ? ഇതിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. കെന്റെ വാല്യൂ നമ്മളിത് എന്ത് ചെയ്യാൻ പോവാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് വരും? 2.303 by K എന്ന് പറയുമ്പോൾ നമുക്ക് എന്താക്കാം? എന്ത് ചെയ്യാം? ഇവിടെ ബൈ കെ ആണ്. അപ്പൊ നമുക്ക് 0.693 താഴെ വരും, ഇൻറ്റു 20 ആവും. കാരണം ഇവിടെ 1/k ആണ്, കെ താഴെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പൊ ലോഗ് പിന്നെ എന്ത് വരും? A0 by A വന്നു. ക്ലിയർ അല്ലേ? log A0 by A വന്നു. നമുക്കറിയാം
നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് 99.9% കംപ്ലീഷൻ അല്ലേ. അപ്പൊ എന്താണ് 99.9% കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ റിമൈനിങ് എത്ര ആയിരിക്കും 0.1% ആണ്. കാരണം എന്താണ് 100 മൈനസ് 99.9 ആണിത്. അപ്പൊ ഇത്രയും പെർസെന്റേജ് ആണ് ഇനി ബാക്കി കംപ്ലീറ്റ് ആവാനുള്ളത്. അപ്പൊ ഇതാണ് അതിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എന്തായി ഇതാക്കി എടുത്തു. ഓക്കെ, അപ്പൊ 0.1 കിട്ടി, 1% കിട്ടി. അപ്പൊ 0.1% നമ്മൾ ഇതിലോട്ട് മാറ്റുമ്പോൾ എന്തായി മാറും 0.001 ആയിട്ട് മാറി അല്ലേ. 0 ഇൻറ്റു 100 ചെയ്തപ്പോൾ 0.001 ആയിട്ട് മാറി. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് വരും t is equal to 2.303 by 0.693 into 20 log 1 by 0.001. കാരണം ഇതാണ് അതിന്റെ കോൺസെൻട്രേഷൻ. നമ്മൾ എന്തായി ഈ ഒരു പെർസെന്റേജ് ഇത്രയും പെർസെന്റേജ് കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് ആവാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പെർസെന്റേജ് എന്ന് മാറ്റിയപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി 0.001. അപ്പൊ നമ്മൾ എന്തായത് 1 by 0.001 കൊടുത്തു. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യണം, ഇത് സോൾവ് ചെയ്യണം. അപ്പൊ t is equal to ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി 3.32 കിട്ടി ഇൻറ്റു ലോഗ് 1 by 0.001. ഈ 1 by 0.001 നമ്മൾ എന്ത് ചെയ്യും, ഇത് ഈ 1 by മാറ്റിയിട്ട് ഇങ്ങോട്ട് ആക്കുമ്പോൾ എന്താവും ലോഗ് 1000 ആയി മാറും. ഇൻറ്റു 1000 ചെയ്യുമ്പോൾ എന്തായി ലോഗ് 1000 ആകും. ലോഗ് 1000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വാല്യൂ, ലോഗ് 1000 വാല്യൂ നമ്മൾ പഠിച്ചിരിക്കണം. ലോഗ് 100, ലോഗ് 10, ലോഗ് 1000 ഇത്രയും പഠിച്ചിരിക്കണം. ലോഗ് 1000 എന്ന് പറയുമ്പോൾ 3 ആണ്, ലോഗ് 100 എന്ന് പറയുമ്പോൾ 2 ആണ്, ലോഗ് 10 എന്ന് പറയുമ്പോൾ 1 ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് വരും t is equal to എന്ത് വന്നു 3.32 അല്ലെ. നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് 3.32 കിട്ടി ഇൻറ്റു 20 ഇൻറ്റു ലോഗ് 100ന്റെ വാല്യൂ നമ്മൾ ലോഗ് 1000ന്റെ വാല്യൂ ഇവിടെ 3 കിട്ടി അല്ലെ. ലോഗ് 1000 3 കിട്ടിയത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇൻറ്റു 3 ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു നമുക്ക് ഇതിൽ ഈ 20 ഇൻറ്റു 3 ചെയ്താൽ നമുക്കറിയാം 60 ആണെന്ന് അല്ലേ. അപ്പൊ t is equal to 3.32 ഇൻറ്റു 60 കിട്ടി. ഇനി നമ്മളിത് ചെയ്യുമ്പോൾ 3.32 ഇൻറ്റു എന്ത് 60 ചെയ്തപ്പോൾ എത്ര കിട്ടി 199.21 ടൈമിൽ കിട്ടിയത്. നമ്മൾ ഓപ്ഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് 199 ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാരാണ് 200 ആണ്. അപ്പൊ എന്താ ചെയ്യാം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 200 മിനിറ്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടി എത്ര 200. നമ്മൾ എന്താ ഡയറക്റ്റ് നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് ചെയ്തതാണ്. ഇനി നമുക്കിതൊരു ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ ചെയ്ത് നോക്കാം. ഇതിപ്പോ നമുക്ക് ഒരുപാട് ടൈം എടുക്കും അല്ലേ. ഒരു എന്താ പറയാ ഇത് നമ്മുടെ ഒരു പ്രോപ്പർ മെത്തേഡ്, ഷോർട്ട് കട്ട് എന്നല്ല, പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഹാഫ് ലൈഫിന് എന്താണ് നമ്മുടെ ഫസ്റ്റ് ഓർഡറിന്റെ ടൈം കാണാനുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് ഡയറക്റ്റ് ഒരു ദൂരം ചെയ്ത് പോവാണ്. ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ തന്നെ പെട്ടെന്ന് കിട്ടും. കാരണം ഭയങ്കര വലിയ കാൽക്കുലേഷൻസ് ഒന്നും ഇതിലില്ല. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എന്താ ചെയ്യാം പെട്ടെന്ന് ആൻസർ കിട്ടണമെന്നെങ്കിൽ നമുക്ക് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നോക്കാം. ഓക്കെ, നമുക്കൊരു ഷോർട്ട് കട്ട് മെത്തേഡ് നോക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമുക്കറിയാം ഇതെന്താണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് അല്ലേ. ഇതെന്താണ് നമുക്ക് ഓർത്ത് വെക്കുക, ഇതെന്താണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം എന്താണ് 0.1% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 0.001 അതെങ്ങനെ കിട്ടിയത് നമുക്ക് 0.1 ഡിവൈഡഡ് ബൈ 100 ആണ്. ഇത് നമുക്കറിയാലോ 0.001 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമുക്കറിയാം റേറ്റും അതുപോലെ തന്നെ എന്ത് റിയാക്ഷന്റെ റേറ്റും കോൺസെൻട്രേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് കോൺസെൻട്രേഷൻ അല്ലെ. കോൺസെൻട്രേഷനും റേറ്റും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ റേറ്റിന് ഞാൻ എന്ത് കോൺസെൻട്രേഷന് a by a എന്ന് കൊടുത്തു, വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ആണ്. അപ്പൊ റേറ്റ് എന്താണ് നമ്മുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓർഡർ റേറ്റ് ആണ് 1/2 ആണ്. നമ്മൾ അതിൽ കൊടുക്കാൻ പോവാണ് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പൊ എന്താണ് 1/2 ഹോൾ റേസ് ടു n ആണ് വരിക. 1/2 ഹോൾ റേസ് ടു n ആണ് വരിക. അപ്പൊ നമുക്ക് ഇവിടെ കോൺസെൻട്രേഷൻ നമുക്കറിയാം എത്രയാണ് 1/1000, അതായത് 1/0.01 ആണ് അല്ലെ. 1/0.01 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം 0.001 തന്നെ കൊടുക്കാം. ഓക്കെ, 0.001 ഈക്വൽ ടു 1/2 ഹോൾ റേസ് ടു n ഇങ്ങനെ കിട്ടി. അപ്പൊ നമുക്ക് ഈ എന്താണ് 0.001 എന്ന് പറയുമ്പോൾ എന്താണ് 0.001 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് 1/1000 ആണ് അല്ലെ. നമ്മൾ അങ്ങനെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് 1/1000 ആണ്. അപ്പോ 1/2 ഹോൾ റേസ് ടു ഈ 1/2 ഹോൾ റേസ് ടു n ന്റെ കൂടെ എന്തിടുമ്പോഴാണ് നമുക്ക് ഈ ഒരു 1000ന്റെ അടുത്തേക്ക് കിട്ടുന്നത് നോക്കാം.
ഏത് വാല്യൂ ഇട്ടാലാണ് ഏകദേശം 1000 ഈ ഒരു വാല്യൂന് സെയിം ഏകദേശം അപ്രോക്സിമേറ്റ് ആയിട്ട് കിട്ടുക? അത് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു 1/2 ഹോൾ റേസ് ടു 10 എന്ന് പറയുന്നത് എത്രയാണ്? 1024 ആണ്. അപ്പൊ ഇത് ഏകദേശം 1000ന്റെ അടുത്താണ് അല്ലേ? 1024 എന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1000 ആണെന്ന് പറയാം. അപ്പൊ നമുക്കത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടി? 0.001 അല്ലേ? ഞാൻ എന്താക്കി 1/1000 ഈക്വൽ ടു 1/2 ഹോൾ റേസ് ടു 10 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? n ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. പിന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എത്ര മിനിറ്റ് ആണ്? ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് ആണ്. അപ്പൊ അതങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ടൈം കാണാൻ വേണ്ടിയിട്ട് t ഈസ് ഈക്വൽ ടു 10 × 20 200 മിനിറ്റ്. ഇതെന്താ പറ്റും? ഇങ്ങനെ ഈസി ആയിട്ട് വേണമെങ്കിൽ സിമ്പിൾ മെത്തേഡിലൂടെ ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രോപ്പർ ഇക്വേഷൻ വഴി ചെയ്യാം. ഓക്കെ, ഇതെന്താ ജസ്റ്റ് ഡയറക്റ്റ് റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ. അതിൽ ജസ്റ്റ് എന്ത് ചെയ്തു? നമുക്ക് ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് ഇങ്ങനെ കൊടുത്തു. ജസ്റ്റ് അങ്ങനെ പോയി നമ്മൾ ഏകദേശം ഒരു ഊഹിച്ചെടുത്തതാണ് എന്ത് 1/2 ഹോൾ റേസ് ടു 10 ഈസ് ഈക്വൽ ടു 1/1000 അല്ലെങ്കിൽ 0.001 ഈക്വൽ ആണെന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? n ഈസ് ഈക്വൽ ടു 10 കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ കറക്റ്റ് നമ്മുടെ ഓപ്ഷനിലുള്ള ആൻസറിനെ കിട്ടി. ഇതെന്താണ്? ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്? ഇൻ ദ റിയാക്ഷൻ A gives products when the concentration of A was reduced from 2.4 × 10⁻² molar to 1.2 × 10⁻² mole. The rate decreased 8 times at the same temperature. The order of the reaction. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. A എന്ന് പറയുന്ന റിയാക്ഷൻ ഒരു P എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സംഭവത്തിൽ നിന്ന് എന്ത് ചെയ്യും? റിയാക്ഷൻ നടക്കുന്ന സമയത്ത് കുറയുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയുന്ന ഒരു വേറെ കാര്യമാണ് ആ കോൺസെൻട്രേഷൻ കുറയുന്നതിനൊപ്പം തന്നെ എന്ത് ചെയ്യുന്നത്? അതിന് റിയാക്ഷൻ റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? 8 ടൈംസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. റിയാക്ഷന്റെ കോൺസെൻട്രേഷൻ കുറയുന്നത് പോലെ തന്നെ റിയാക്ഷൻ റേറ്റും 8 ടൈംസ് ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അതേ സെയിം ടെമ്പറേച്ചറിലാണ് ഇത് രണ്ടും നടക്കുന്നത്. അപ്പോൾ ആ ഒരു റിയാക്ഷന്റെ ഓർഡർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമുക്ക് എന്താണ്? A gives P എന്ന് പറഞ്ഞ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതിന്റെ കോൺസെൻട്രേഷൻ എന്താ സംഭവിക്കുന്നത്? കോൺസെൻട്രേഷൻ ഫസ്റ്റ് കോൺസെൻട്രേഷൻ എത്രയായിരുന്നു? 2.4 × 10⁻² ആണ്. അതെന്തായിട്ട് മാറി? 1.2 × 10⁻². അപ്പൊ ഇത് കണ്ടാൽ മനസ്സിലാവും 2.4ന്റെ എന്താണ് 1.2 എന്ന് പറഞ്ഞത്? ഹാഫ് ആണ്. അപ്പൊ ഇവിടെ എന്തായി? കോൺസെൻട്രേഷൻ എന്തായി? ഹാഫ് ആയി അല്ലേ? കോൺസെൻട്രേഷൻ എന്തായി? ഹാഫ് ആയി. 2.4ന്റെ ഹാഫ് ആണ് എന്ത്? 1.2. അപ്പൊ ഇവിടെ കോൺസെൻട്രേഷൻ എന്താ ചെയ്തു? ഹാഫ് ആയി. അത് മാത്രമല്ല അവിടെ നടന്നിട്ടുള്ളത് പിന്നെന്താണ്? റേറ്റ് എന്തായിട്ടുണ്ട്? 8 ടൈംസ് എന്തായി? ഡിക്രീസ് ആയി അല്ലെ? റേറ്റ് എന്ത് ചെയ്തു? 8 ടൈംസ് ഡിക്രീസ് ആയി. ഓക്കെ, അപ്പൊ നമുക്കറിയുന്ന കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കറിയാവുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്ത്? റേറ്റ് എന്ന് പറയുന്ന കാര്യം എന്താണ്? വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ. റേറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ നമ്മുടെ റേറ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ബൈ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ, ആ റേറ്റ് 2 റേറ്റ് 1 കൊടുത്തതാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺസെൻട്രേഷൻ ആയിട്ട് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഇങ്ങനെ കൊടുക്കാം A1 ഹോൾ റേസ് ടു n. n എന്ന് പറയുന്നത് നമ്മളെ ഓർഡർ ആണ്. ഹോൾ റേസ് ടു n ഇതിന് മുകളിൽ കൊടുത്തത് എന്താണ്? ഓർഡർ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ റേറ്റ് 2 എന്ന് പറയുന്നത് എത്രയാണ്? റേറ്റ് 2/1 എന്ന് പറയുമ്പോൾ എന്താണ്? റേറ്റ് എത്രയായി? 1/8 ആയിട്ട് കുറഞ്ഞു അല്ലേ? റേറ്റ് എന്തായി? 1/8 ആയിട്ട് കുറഞ്ഞു. ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ എന്തായി? ഹാഫ് ആയി. ഹാഫ് എന്ന് പറയുമ്പോഴോ കോൺസെൻട്രേഷൻ 1/2 ആയിട്ടും കുറഞ്ഞു അല്ലേ? കോൺസെൻട്രേഷൻ എന്തായി? 1/2. നമുക്കറിയാം 2.4 എന്നത് 1.2 ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? ഹാഫ് ആയി. നമ്മൾ റേറ്റിന്റെ കാര്യം നമ്മുടെ ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് 8 ടൈംസ് ഡിക്രീസ് ആയി. അതുപോലെ തന്നെ ഇതോ അത് ഹാഫ് ആയിട്ട് ചുരുങ്ങി. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n-നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ 2 എത്ര ഇട്ടാലാണ് n ആവുക? 2 എന്ന് പറയുന്നത് 4 ആണ് അല്ലെ? സോറി, 2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 2 എന്ന് പറഞ്ഞാലോ 4 × 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 8 ആണ്. അപ്പൊ നമുക്കറിയാം. അപ്പൊ എത്ര കിട്ടി? അപ്പൊ n-ന്റെ വാല്യൂ എത്രയാണ്? 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പൊ n ഈസ് ഈക്വൽ ടു 3 കിട്ടി. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു ക്വസ്റ്റ്യൻ്റെത്. നമ്മുടെ ആൻസർ കിട്ടി. നമ്മുടെ ആൻസർ എത്രയാണ്? D ആണ്. റേറ്റ് എന്ന് പറയുന്നത് 3 ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് energy released when one atom of uranium undergoes nuclear fission according to the following reaction is atomic mass എന്നിട്ടുണ്ട് ഓരോന്നിൻ്റെയും
അപ്പോൾ റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എത്രത്തോളം എനർജിയാണ് ഇവർ റിലീസ് ചെയ്തിട്ടുള്ളത്, ഈ റിയാക്ഷനിൽ എത്രത്തോളം എനർജിയാണ്. ഇത് നമ്മുടെ റേഡിയോ ആക്റ്റീവ് ഡീക്കയും റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഒക്കെ കൂടി കമ്പൈൻ ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് ഒക്കെ ആയിട്ട് വരുന്നതാണ് ഈ റേഡിയോ ആക്റ്റീവ് ഡീക്കെ. ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇതിന് എനർജി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെ സെപ്പറേറ്റ് മാസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ റിയാക്ഷൻ ഒന്നും ഇങ്ങോട്ട് എടുത്തെഴുതാം. എന്താണ്, യുറേനിയം 92 235 പ്ലസ് 0N1 gives ആരാണ്, ബാരിയം 56 144 പ്ലസ് ക്രോമിയം 3690 പ്ലസ് N20N1. ഇതാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, നമ്മളെ റിയാക്റ്റന്റിന്റെ മാസ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, റിയാക്റ്റന്റിന്റെ മാസ് ഓഫ് ദ റിയാക്റ്റന്റ്. മാസ് ഓഫ് ദ റിയാക്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കുക, മാസ് ഓഫ് ദ റിയാക്റ്റന്റ് കാണണമെങ്കിൽ നമ്മുടെ തന്ന അറ്റോമിക് മാസ് നമുക്ക് ഇത് തന്നിട്ടുണ്ട്. ഈ അറ്റോമിക് മാസുകളൊക്കെ കൂടി കൂട്ടിയാൽ മതി. ഫസ്റ്റ് യുറാനിയത്തിന് എത്രയാണ്, 235.060. പിന്നെ എന്നിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലേ, എൻ്റെ 1.009. അപ്പൊ എന്ത് കിട്ടി, 1.009. ഇത് കൂട്ടുമ്പോൾ എന്ത് കിട്ടും, സിമ്പിൾ ആയിട്ട് കൂട്ടാൻ പറ്റും. എത്ര, 236. എത്ര വന്നു, 069 കിട്ടി അല്ലെ. ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും, സിമ്പിൾ ആണ്. ഇനി നമുക്ക് മാസ് ഓഫ് ദ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. മാസ് ഓഫ് ദ പ്രൊഡക്റ്റ്. അപ്പൊ എന്ത് ചെയ്യാം, പ്രൊഡക്റ്റിന്റെ ഭാഗത്തുള്ള ആൾക്കാരും അറ്റോമിക് മാസ് നമുക്ക് കൂട്ടാം. ഫസ്റ്റ് ബാരിയാണ്. ബാരിയത്തിന് എത്ര തന്നിട്ടുള്ളത്, 143.881 ആണ്. 143.881 ആണ്. നെക്സ്റ്റ് ആരാണ്, നെക്സ്റ്റ് ക്രോമിയത്തിന്റെ എത്ര തന്നിട്ടുള്ളത്, 89.947. 89.947 ആണ്. പിന്നെ എന്നെ നമുക്കറിയാം 1.009 ആണ്. പക്ഷെ ഇവിടെ 2 കാണിക്കുന്നത്, അപ്പൊ 2 × 1.009 വരും. ഓക്കെ, അപ്പൊ ഇതൊക്കെ കൂടി കൂട്ടുമ്പോൾ എന്ത് വരും, 235.846 കിട്ടി. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് കൂട്ടാൻ പറ്റുന്ന സംഖ്യകളാണ്. ഓക്കെ, കൂട്ടൽ എല്ലാവർക്കും അറിയാലോ, അപ്പൊ നമുക്ക് കൂട്ടാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, റിയാക്ടന്റിന്റെ മാസം കിട്ടി, അതുപോലെ തന്നെ ആരുടെ മാസം കിട്ടി, പ്രൊഡക്റ്റിന്റെ മാസം കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കാം. മാസ് ഡിഫക്റ്റ്, അതായത് ΔM കണ്ടുപിടിക്കാം. മാസ് ഡിഫക്റ്റ് അല്ലെങ്കിൽ ΔM, അതായത് എന്താണ്, ഇതിന് കുറക്കാം. 2 മാസം നമ്മൾ അങ്ങോട്ട് കൊണ്ട് കുറച്ചിട്ട് എത്ര ഡിഫക്റ്റ്, എത്രയാണ് മാസ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എത്ര മാസമാണ് ഇവിടെ കുറവ് വന്നിട്ടുള്ളത് നമ്മൾ മാസ് ഡിഫക്റ്റ് വഴി കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അന്ന് 2 ടോട്ടൽ മാസം കുറക്കാം. അപ്പൊ എന്ത് വന്നു, 236.069 മൈനസ് 235.846 വരും. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 0.223 അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് എന്ത് കുറവ്. അതായത് 0.223 അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് എന്ത് നമുക്ക് ഇവിടെ കുറവ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് കിട്ടി. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് എനർജിക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എനർജി റിലീസ്, എത്രത്തോളം എനർജിയാണ് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 931.5 MeV. ഓക്കെ, അപ്പൊ നമ്മളിത് റേഡിയോ ആക്റ്റീവ് ഡീക്കെ, അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ എനർജിയുടെ രൂപത്തിലാണ്. അപ്പൊ ഇതിനെ നമ്മൾ ഇതിലോട്ട് മാറ്റണം. അത്ര 931.5 ആണ്. ഇത് അറിഞ്ഞിരിക്കേണ്ട വാല്യൂ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അത് എന്താണ് കൊടുക്കാണ്. അപ്പൊ എനർജി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ഒരു മാസിന്റെ ഈ MEV ഉള്ള മാസിന്റെ വാല്യൂനോട് നമുക്ക് കിട്ടിയ മാസ് ഡിഫക്റ്റ് ഒന്ന് ഇൻഡു ചെയ്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ എന്താണ്, 0.223 into 931.5. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 208 MeV കിട്ടി. ഓക്കെ, ഇത് നമ്മൾ ഓപ്ഷനിൽ ഉണ്ടോ നോക്കാം. 208 യെസ് ഉണ്ടല്ലോ, 208. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ, 208 MeV. ഓക്കെ, സിമ്പിൾ ആണ്. ആദ്യം എന്താ ചെയ്യാം, നമ്മൾ ഓരോന്നിന്റെ സെപ്പറേറ്റ് മാസ് കാണാം, റിയാക്ടന്റിന്റെ മാസും പ്രൊഡക്റ്റിന്റെ മാസും കാണാം, മാസ് ഡിഫക്റ്റ് കാണാം. അതിനെ നമ്മൾ എന്ത് ചെയ്യാം, 231.5 ഇൻഡു ചെയ്യാം. ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്, അമോണിയം അയോൺ അതായത് NH4+ റിയാക്ട് വിത്ത് നൈട്രേറ്റ് അയോൺ ഇൻ aqueous solution according to the equation. ഈ ഒരു ഇക്വേഷൻ പ്രകാരം ഇവർ തമ്മിൽ റിയാക്ഷൻ നടന്നു. The following initial rates of the reaction have been measured for the reactant concentration. അപ്പോൾ ഓരോ റിയാക്ടന്റ് കോൺസെൻട്രേഷനിലും എന്ത് ചെയ്തു,
അതിന് റിയാക്ടൻസിന്റെ ഓരോന്നിന്റെ മെഷർ കോൺസെൻട്രേഷനും മെഷർ ചെയ്ത് അതുപോലെ തന്നെ റേറ്റും നമ്മൾ നോക്കി. ഇനി എന്താ കണ്ടിട്ടുള്ളത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ റേറ്റ് ലോ ഫോർ ദിസ് റിയാക്ഷൻ. അപ്പൊ ഈ ഒരു റിയാക്ഷന്റെ റേറ്റ് ലോ ഇതിൽ ഏതാണെന്നാണ്. ഓരോ സമയത്തുള്ള എക്സ്പെരിമെന്റ്സും നമുക്ക് തന്നിട്ടുണ്ട്, എന്നിട്ട് അതിനൊക്കെ കോൺസെൻട്രേഷനും റേറ്റും. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഈ തന്ന ഓപ്ഷൻസിൽ ഏതാണ് അതിന് പ്രോപ്പർ ആയിട്ടുള്ള റേറ്റ് ലോ വരാന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിട്ടുള്ള ആളാണ് നമ്മുടെ NH4. ഇത് ഇങ്ങനെയാണ് വരുന്നത്, KNH4 പ്ലസ് NO2 മൈനസ്. ഓക്കെ, ഇവിടെ എന്തുണ്ട്, ഒരു എമ്മും എന്നും ഉണ്ട്. ഈ എമ്മും എന്നും നമുക്ക് എന്താണ് കണ്ടുപിടിക്കണം. M and N ആണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ട ആൾക്കാർ. എമ്മും എന്നിനും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്മൾ NH4 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നമുക്കിവിടെ ഒരു ബ്രാക്കറ്റിൽ എല്ലാത്തിനും കോൺസെൻട്രേഷനും റേറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, കൺസിഡർ NH4 പ്ലസിനെ രണ്ടിന് സെപ്പറേറ്റ് ആയിട്ട് കാണുന്നത്. NH4 പ്ലസിനെ എടുത്തു. ആൻഡ് അതുപോലെ തന്നെ എന്ത് ചെയ്തു, NO2 മൈനസിന് ഞാൻ എന്ത് ചെയ്തു, കോൺസ്റ്റന്റ് ആക്കി. ഓക്കെ, NH4 പ്ലസിനെ കൺസിഡർ ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, NO2 മൈനസിനെ ഞാൻ കോൺസ്റ്റന്റ് ആക്കി. അതുപോലെ തന്നെ റിയാക്ഷനോ എക്സ്പെരിമെന്റ് എന്ത് ചെയ്തു, 1 to 2 1 to 2 ഞാൻ എക്സ്പെരിമെന്റ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം റേറ്റ് എന്താണ്, റേറ്റ് പ്രൊപ്പോർഷണൽ ടു എന്താണ്, റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ ഇക്വേഷൻ നോക്കി. അപ്പൊ നമുക്കറിയാം റേറ്റ് 2 by rate 1 എന്ന് പറയുന്നത് എത്രയാണ്, that is equal to the concentration of NH4 plus 2 by NH4 plus 1 അല്ലേ, കറക്റ്റ് അല്ലേ? എന്നിട്ട് ഹോൾ റേസ് ടു m, അതിന് റേറ്റ്, ഇതിന്റെ ഓർഡർ നമുക്കറിയണം. ഓക്കെ, അപ്പൊ റേറ്റ് 2 നമുക്ക് ഇത് നോക്കാം. ബ്രാക്കറ്റിൽ റേറ്റ് 2 എത്രയാണ് വരുന്നത്, ഇതിന്റെ റേറ്റ് 2 എന്ന് പറഞ്ഞാൽ 0.030 ആണ്. റേറ്റ് നമുക്ക് ആ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് 0.030. റേറ്റ് 1 ഇതൊക്കെ നമുക്ക് ഇത് തന്നിട്ടുണ്ട്. റേറ്റ് 1 എന്ന് പറഞ്ഞാൽ 0.020. അപ്പൊ ഇത് കൊടുത്തു 0.020 ഈക്വൽ ടു ഇതിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് റിയാക്ഷന്റെ എക്സ്പെരിമെന്റ് 2ന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്, 0.015 ബൈ എന്താണ് NH4 പ്ലസിന്റെ എന്താണ് ഇത് 0.010 കിട്ടി. അപ്പൊ ഇത് ചെയ്ത് നോക്കാം. 0.030 ഡിവൈഡഡ് ബൈ 0.020 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ 1.5 ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1.5 ഹോൾ റേസ് ടു m കിട്ടി. ഓക്കെ, m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇത് ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എമ്മിനെ വെച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഈ ആൻസർ കിട്ടണം. അപ്പൊ നമുക്കറിയാം 1.5 ഹോൾ റേസ് ടു n ആകുമ്പോഴാണ് എന്താവുക, 1.5 ആവുക. അപ്പൊ നമുക്ക് എമ്മിന്റെ വാല്യൂ എത്ര കിട്ടി, 1 കിട്ടി. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം, റേറ്റ് ലോ കണ്ടുപിടിക്കണം. റേറ്റ് ലോ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആരറിയണം, ഇതിങ്ങനെയാണ് റേറ്റ് ലോന്റെ ഫോം വരിക. അതിൽ നമുക്ക് ഈ എമ്മും എന്നും എത്രയെന്ന് കണ്ടുപിടിക്കണം. അത്ര മാത്രം നമുക്ക് എന്തുള്ളൂ, കണ്ടുപിടിക്കാനുള്ളൂ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, NH4 കൺസിഡർ ചെയ്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, NO2 കോൺസ്റ്റന്റ് ആക്കി. NH4 എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, NO2 കോൺസ്റ്റന്റ് ആക്കി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, എക്സ്പെരിമെന്റ് 1 to 2 ആണ് ഞാൻ കൺസിഡർ ചെയ്തത്. കൺസിഡർ എക്സ്പെരിമെന്റ് 1 to 2. അപ്പൊ നമുക്കറിയുന്ന കാര്യമാണ് റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, റേറ്റ് 2 by റേറ്റ് 1 ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് 2 ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് 1. ഇങ്ങനെ എഴുതി കൂടെ തെറ്റുണ്ടോ? കാരണം റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ആണെന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. അപ്പൊ എന്ത് ചെയ്തു, ഹോൾ റേസ് ടു m കൊടുത്തു. ഈ m ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഓരോന്നിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ വാല്യൂ ഒക്കെ എന്താണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ഈ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഇത് പ്രകാരം നമ്മൾ ഓരോ വാല്യൂസും കൊടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടി, എമ്മിന്റെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് എന്നിന്റെ വാല്യൂ ഇതേപോലെ കണ്ടുപിടിക്കണം. അപ്പൊ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നേരെ ഓപ്പോസിറ്റ് NH2 കൺസിഡർ ചെയ്യും. NH4 പ്ലസിനെ നമ്മൾ എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് ആക്കി വെക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ NO2 കൺസിഡർ ചെയ്യും. കൺസിഡർ NO2 മൈനസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, NH4 പ്ലസിനെ നമ്മൾ എന്താക്കി, കോൺസ്റ്റന്റ് ആക്കി വെച്ചു. NH4 പ്ലസിനെ നമ്മൾ എന്താക്കി, കോൺസ്റ്റന്റ് ആക്കി വെച്ചു. അപ്പൊ നമ്മൾ ഇപ്പൊ എടുക്കുന്ന എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റ് 1 to 3 ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ്, റേറ്റ് 3 ഡിവൈഡഡ് ബൈ റേറ്റ്
1 is equal to concentration of എന്ത് 3 divided by concentration of 1 all raised to n. നമ്മൾ ഇനി n ആണ് കണ്ടുപിടിക്കാൻ പോണത്. ഇങ്ങനെ എഴുതി കൂടെ തെറ്റുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് ഇനി ഓരോ വാല്യൂസ് കൊടുക്കാം അല്ലേ? ഇവിടെ ഈ എന്റെ സ്ഥാനത്ത് എന്താണ്? എന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? NO2 മൈനസ് തന്നെ കൊടുക്കാം. NO2 മൈനസ് 3 NO2 മൈനസ് 1 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാല്യൂസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബ്രാക്കറ്റ് നോക്കി കൊടുക്കാം. റേറ്റ് 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.005 ആണ്. അത് ഇവിടെ കൊടുക്കാം. 0.005 ഡിവൈഡ് ബൈ റേറ്റ് 1 എന്ന് പറയുമ്പോൾ എത്രയാണ്? റേറ്റ് 1 മാറിപ്പോകരുത്. റേറ്റ് 1 എന്ന് പറഞ്ഞാൽ 0.020 0.020 ആണ് വരാം. 0.020 വരും. ഇനി നമ്മൾ എന്ത് കൊടുക്കണം? ഇനി നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് ഇട്ടത് 3, അതായത് എക്സ്പെരിമെന്റ് 3ലുള്ള NO2ന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 0.010 ആണ്. 0.010 ആണ് വരാം. 0.010 വരും. ഇനി എന്ത് കണ്ടുപിടിക്കണം? 1ലുള്ള ഇതിന്റെ കോൺസെൻട്രേഷൻ NO2ന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 0.020 ആണ്. 0.020 ഹോൾ റേസ് ടു n. ഇനി നമ്മൾ ഇത് കണ്ടുപിടിക്കാം. ഇത് ജസ്റ്റ് ചെയ്താൽ മതി. ഈ ഒരു സെറ്റ് മാത്രം നമ്മൾ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്തും? 0.05 ബൈ 0.020 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.5 ആണ്. എത്രയാണ്? 0.25 ആണ്. ചെയ്ത് നോക്കുക. കറക്റ്റ് ചെയ്ത് നോക്കുക. തെറ്റിപ്പോവരുത്. 0.25 ആണ്. അടുത്ത എന്താണ്? 0.010 ഡിവൈഡ് ബൈ 0.020. 0.010 0.020 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.5 ഹോൾ റേസ് ടു n. ഓക്കെ. അപ്പൊ 0.5ന് എത്ര പ്രാവശ്യം അല്ലേ? ഇവിടെ n എത്ര വന്നാലാണ് നമുക്ക് എന്ത് കിട്ടുക? 0.25 കിട്ടാൻ നോക്കാം. 0.5 into 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 0.5 ആണ്. അപ്പൊ നമുക്ക് 0.25 ആണോ കിട്ടിയത്? അല്ല. നമുക്ക് നോക്കാം. 0.5 ഹോൾ റേസ് ടു 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻറ്റു 0.5 ആണ് അല്ലേ? 0.5 ഹോൾ റേസ് ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.5 into 0.5. ഓക്കെ. അപ്പൊ ഞാൻ അതാണ് ഇവിടെ ഇങ്ങനെ എടുത്തത്. അപ്പൊ എന്ത് വന്നു? 0.5 ഹോൾ റേസ് ടു. അപ്പം 0.5 into 5 എത്രയാണ്? 25 ആണ്. അപ്പൊ നമുക്ക് കിട്ടി. അപ്പൊ എന്താണ്? n is equal to എത്ര കിട്ടി? 2 കിട്ടി. n is equal to 2 ആകുമ്പോഴാണ് എന്ത് കിട്ടുക? 25 കിട്ടുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? m-ന്റെയും n-ന്റെയും വാല്യൂസ് കിട്ടി ഇല്ലേ? m-ന്റെയും n-ന്റെയും വാല്യൂസ് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് നോക്കാം. നമുക്കറിയാം നമ്മുടെ ഇതിന്റെ റേറ്റ് ലോ പ്രകാരം എങ്ങനെ വരിക? KNH4 പ്ലസ് ഹോൾ റേസ് ടു m. ഹോൾ റേസ് ടു m-ന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 1 ആണ്. 1 ആവുമ്പോൾ നമുക്ക് പ്രത്യേകം എടുത്ത് എഴുതണ്ട. അങ്ങനെ കൊടുത്താൽ മതി. NO2 മൈനസ് ഹോൾ റേസ് ടു എത്ര? n is equal to എത്ര കിട്ടി? 2 കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് വരിക? ഇതാണ് നമ്മുടെ റേറ്റ് ലോ വരിക. ഇതാണ് നമ്മുടെ എന്ത് വരിക? റേറ്റ് ലോ വരിക. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ഓപ്ഷൻ ഇതുണ്ടോ നോക്കാം. NH4ന്റെ സ്ഥാനത്ത് 1, NH4ന്റെ സ്ഥാനത്ത് 1 വരുന്ന ഇത്രയും ആൾക്കാരുണ്ട്. അപ്പൊ എന്താണ്? നമ്മൾ ഫസ്റ്റ് ഇത് മാത്രം ചെയ്തിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റൂല. n കൂടി കണ്ടുപിടിക്കണം. ഓക്കെ. n കൂടി കണ്ടുപിടിക്കാണ്ട് നമുക്ക് എന്തെങ്കിലും പറ്റില്ല, ആൻസർക്ക് എത്താൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ള 3 ആൾക്കാർ ഇവിടെ ഉണ്ട്. പിന്നെ എന്താണ്? NO2 ഹോൾ റേസ് ടു 4 അല്ല, നമുക്ക് ഇവിടെ 2 ആണ്. അപ്പൊ നമുക്കറിയാം ഓപ്ഷൻ സി ആണ് എന്ത്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ. അപ്പൊ ഇത് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകളാണ്. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. ഫസ്റ്റത്തെ ചെയ്യുമ്പോൾ എന്താ ചെയ്യാം? അടുത്ത ആളെ കോൺസ്റ്റന്റ് ആക്കി വെക്കുക. പിന്നത്തെ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ആളെ കോൺസ്റ്റന്റ് ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാം? ഈ ഒരൊറ്റ ഇക്വേഷൻ പ്രകാരമാണ് ഈ ഒരു പ്രോബ്ലം പോകുന്നത്. റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ. ഇത് പ്രകാരമാണ് നമ്മുടെ ഇത് പോകുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് m n കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേറ്റ് ലോ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആണ് ഫൈൻഡ് ദ യൂണിറ്റ് ഓഫ് ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ റെപ്രസെന്റഡ് വിത്ത് എ റേറ്റ് ഇക്വേഷൻ. Rate is equal to K into concentration of A whole raised to half B whole raised to 3/2. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാനാണ്? യൂണിറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട് ഒരു ഫോമില്. ഓക്കെ. ഒരു ജനറൽ ഫോമിൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇതിന് എന്ത് കണ്ടുപിടിക്കണം? യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ളത് ഇന്ന് കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. തന്നിട്ടുള്ള ആളെ നമുക്കൊന്ന് എടുത്ത് എഴുതാം. റേറ്റ് ഈസ് ഈക്വൽ ടു K into A whole raised to 1/2 B whole raised to 3/2 അല്ലേ? B whole raised to 3/2 ഇതാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ആകെ ഒരൊറ്റ സംഭവം അറിഞ്ഞാൽ മതി. ഒറ്റ
ഒറ്റ കാര്യം അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റും. വി ഹാവ് ടു നോ ദാറ്റ് റേറ്റിന്റെ യൂണിറ്റ് ഓഫ് റേറ്റിന്റെ യൂണിറ്റ് എന്താണെന്ന് അറിയണം. റേറ്റിന്റെ യൂണിറ്റ് ആണ് എന്ത്, മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് എന്ത്, നമ്മുടെ റേറ്റിന്റെ യൂണിറ്റ്. ഈ ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം ഈ റേറ്റിന്റെ ഭാഗത്ത്. ഓക്കെ, ഈ റേറ്റിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്ത് വരും, മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ഈക്വൽ ടു കെ ഇൻറ്റു എന്ത്, കോൺസെൻട്രേഷൻ. അപ്പൊ നമ്മൾ ഈ റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, റേറ്റിന് നമ്മൾ ഈ സെക്കൻഡ് ഇൻവേഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ കോൺസെൻട്രേഷൻ്റെ ഇത് ആക്കാൻ പറ്റും അല്ലേ. അപ്പൊ മോൾ ലിറ്റർ ഇൻവേഴ്സ് ഹോൾ റേസ് ടു 1/2 മോൾ ലിറ്റർ ഇൻവേഴ്സ് ഹോൾ റേസ് ടു 3/2. എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇത് കൊടുക്കാം, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള കാരണം എന്താണ്, കാരണം നമ്മൾക്കറിയാം നമ്മുടെ റേറ്റിന്റെ ഇക്വേഷൻ മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഇതാണ് നമ്മുടെ റേറ്റിന്റെ ഇക്വേഷൻ, മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ എൻ്റെയും ബിന്റെയും സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കാരണം എന്താണ്, ഈ സെക്കൻഡ് ഇൻവേഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല. റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം ആണ്. കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ് എന്ത്, ഒരു റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പൊ ഈ ടൈമിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ട, നമ്മൾ ഇവിടെ എന്താണ്, ഇവിടെ കോൺസെൻട്രേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ടൈമിന്റെ ആൾ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ടൈമിന്റെ ആൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റിലാണ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അപ്പൊ ഈ സെക്കൻഡ് ഇൻവേഴ്സിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എന്ത് വന്നത്, കെ ഇൻറ്റു മോൾ ലിറ്റർ ഇൻവേഴ്സ് ഇവിടെ വന്നത്. കാരണം എന്താണ്, റേറ്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ്. അപ്പൊ കോൺസെൻട്രേഷന്റെ ആൾ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ മതി, ഇവിടെ എടുത്താൽ മതി. നമുക്കറിയാം റേറ്റിന്റെ ഇക്വേഷൻ ഇതാണ് അല്ലേ, ക്ലിയർ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സോൾവ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. നോക്കാം, മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ഇൻറ്റു കെ ഇൻറ്റു മോൾ ലിറ്റർ ഇൻവേഴ്സ്. നമുക്കറിയാം ഇവിടെ 1/2 3/2 എന്താണ്, രണ്ടിന്റെ ഡിനോമിനേറ്റർ എന്താണ്, 2 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നിച്ച് എഴുതാൻ പറ്റും ഇല്ലേ, ഒന്നിച്ച് എഴുതിക്കൂടെ. അപ്പൊ എന്ത് ചെയ്യും, 1/2 പ്ലസ് 3/2 എന്ന് എഴുതാം. അപ്പൊ എന്ത് വന്നു, മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് കെ ഇൻറ്റു മോൾ ലിറ്റർ ഇൻവേഴ്സ് എന്ത് വന്നു, 1/2 പ്ലസ് 3/2 എത്രയാണ്, 4/2. 4/2 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആണ്. കിട്ടിയില്ലേ, ഇത് കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് വരും, കെ ഇസ് ഈക്വൽ ടു ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്താൽ മതി. നോക്കാം, ആദ്യം എന്ത് ചെയ്തു, നമ്മുടെ റേറ്റിന്റെ ഇക്വേഷൻ കൊടുക്കാം. മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്, നമ്മളിവിടെ എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, മോൾ സ്ക്വയർ ലിറ്റർ ഇൻവേഴ്സ് ഹോൾ റേസ് ടു 2 വരും. ഇങ്ങനെ കിട്ടും. അപ്പൊ എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് നമുക്ക് ആൻസർക്ക് എത്താം. അപ്പൊ എന്ത് വന്നു, മുകളിലുള്ള ആൾ പറഞ്ഞാൽ മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. പിന്നെ ഈ മോൾ താഴെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും, മോളിലോട്ട് വരും. അപ്പൊ എന്ത് വരും, മോൾ ഹോൾ റേസ് ടു -2 ആവും. താഴെ ഉള്ള ആൾ മോൾക്ക് പോകുമ്പോൾ മൈനസ് ആവും. അപ്പൊ മൈനസ് ഉള്ള ആൾ മോൾക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായി, പ്ലസ് ആയിട്ട് വരും. ഇനി നമുക്ക് ഒരേപോലെയുള്ള ആൾക്കാരൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇവിടെ ഒരു മോൾ ഉണ്ട്, ഇവിടെ -2 2 മോൾ ഉണ്ട്. അപ്പൊ ഇതിന് ഒരു മോളിൽ നിന്ന് 2 മോൾ പോയാൽ ഒരു മോൾ ഉണ്ടാവും അല്ലേ. അപ്പൊ എന്ത് വന്നു, മോൾ ഇൻവേഴ്സ്, കാരണം ഇവിടെ -2 ആണുള്ളത്. അപ്പൊ മോൾ ഇൻവേഴ്സ് ഒരു ലിറ്ററിന് എന്താണ് 2 ലിറ്ററിന് 1 പോയിട്ടുണ്ടെങ്കിൽ 1 ഉണ്ടാകും. പിന്നെ ഇവിടെ സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുക, മോൾ ഇൻവേഴ്സ് ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് കിട്ടും. ഇതാണ് എന്താ നമ്മുടെ അതിന്റെ യൂണിറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ഒറ്റ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരം കിട്ടും. എന്താണ്, റേറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഇതൊന്ന് അറിഞ്ഞാൽ മതി. മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഡയറക്റ്റ് ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ബാക്കി ഫുള്ള് സിമ്പിൾ മാത്സ് ആണ്. എന്താണ്, നമ്മൾ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഈ ഇക്വേഷൻ ഇങ്ങനെ കിട്ടിയത്, റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഈ കോൺസെൻട്രേഷന് മാത്രം ആൾക്കാർ ഇവിടെ കൊടുത്തു, ടൈമിന് ഒഴിവാക്കി. കാരണം നമുക്ക് ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് വേണ്ട, ടൈമിന് വേണ്ട. റേറ്റ് കൊടുക്കുമ്പോൾ മാത്രം എന്ത് മതി, ടൈം മതി. ഇവിടെ എന്ത് വേണ്ട, ടൈം ആവശ്യമില്ല. അപ്പൊ നമ്മൾ ടൈമിൽ അവിടെ നിന്ന് ഒഴിവാക്കി. നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് അതുകൊണ്ട് ഇക്വേറ്റ് ചെയ്ത് കിട്ടിയപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, അതിന്റെ യൂണിറ്റ് കിട്ടി. ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പൊതുവെ ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ പ്രോബ്ലംസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ചോദിച്ചു കാണുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പൊ നെക്സ്റ്റ് നോക്കാം. മോൾ ഇൻവേഴ്സ് ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ആണ് നമുക്ക് കിട്ടുക. മോൾ ഇൻവേഴ്സ് ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പൊ നെക്സ്റ്റ് നോക്കാം. An endothermic reaction A gives B has an activation energy of 13 kilojoule mole inverse and the enthalpy change for the reaction is 2 kilojoule mole inverse. The activation energy of the reaction B to A. അതായത് ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്,
എ ഗിവ്സ് ബി. എ എന്ന് പറഞ്ഞ റിയാക്ഷൻ എന്ത് ചെയ്തു? റിയാക്ഷൻ നടന്നിട്ട് ബി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കിട്ടി. അതിന്റെ ആക്ടിവേഷൻ എനർജി പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 13 കിലോ ജൂൾ മോൾ ഇൻവേഴ്സ് ആണെന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? അതിന്റെ എൻതാൽപ്പി ചേഞ്ച് അതായത് ഡെൽറ്റ എച്ച് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 2 കിലോ ജൂൾ ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മളോട് കണ്ടുപിടിക്കാൻ വന്ന ആക്ടിവേഷൻ എനർജി എന്താണ്? നമ്മൾ പറഞ്ഞു എ ടു ബിന്റെ തന്നു. എന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ റിവേഴ്സ് റിയാക്ഷൻ ബി ടു എന്റെ ആക്ടിവേഷൻ എനർജി എത്രയാവും എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ്, നല്ല സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? ഒരു 2 മിനിറ്റ് മതി ചെയ്യാൻ. എ ഗിവ്സ് ബിന്റെ ആക്ടിവേഷൻ എനർജി ഇ എ. ഇവിടെ പറഞ്ഞു ഇതെന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻ. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക, എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ ആണ്. ഇതെന്താണ്? ഒരു ഫോർവേഡ് റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ നമുക്ക് ഈ എന്താണ് ആക്ടിവേഷൻ എനർജി തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 13 കിലോ ജൂൾ ആണ്. 13 കിലോ ജൂൾ മോൾ ഇൻവേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട് ഇല്ലേ? എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡെൽറ്റ എച്ച് ആണ്. ഡെൽറ്റ എച്ച് എത്ര തന്നിട്ടുള്ളത്? 2 കിലോ ജൂൾ തന്നിട്ടുണ്ട് മോൾ ഇൻവേഴ്സ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ബി ടു എ റിയാക്ഷൻ ബി ടു എ ആവുമ്പോഴുള്ള അതിന്റെ ആക്ടിവേഷൻ എനർജിയാണ് ചോദിച്ചിട്ടുള്ളത്. ബി ടു എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ആയി അല്ലെ? റിവേഴ്സ് ആയി. റിയാക്ഷൻ എന്ത് ചെയ്തു? റിവേഴ്സ് ആയി. ഇതാണ് നമുക്ക് എന്ത് വേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഇ എ ഫോർവേഡ് റിയാക്ഷൻ മൈനസ് എന്താണ്? ഇ എ റിവേഴ്സ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസർ കിട്ടും. ഡെൽറ്റ എച്ച് നമുക്കറിയാം 2 ആണ്. ഇ എ എത്ര നമുക്കറിയാം? ആക്ടിവേഷൻ എനർജി ഫോർവേഡ് എത്രയാണ്? 13 ആണ്. നമുക്കറിയാത്തത് എന്താണ്? ആക്ടിവേഷൻ എനർജി റിവേഴ്സ് ആകുമ്പോൾ എത്രയെന്ന് അറിയൂല. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇതിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ചെയ്താൽ മതി. ഇ എ റിവേഴ്സ് ഈക്വൽ ടു എന്ത് വരും? 13 മൈനസ് 2 ദാറ്റ് ഈസ് 11 കിലോ ജൂൾ മോൾ ഇൻവേഴ്സ് അല്ലേ? ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇത്ര ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. 11 അപ്പൊ 11 കിലോ ജൂൾ പെർ മോൾ ആണ് എന്ത് നമ്മുടെ ആൻസർ. 11 കിലോ ജൂൾ മോൾ ഇൻവേഴ്സ് അല്ലെങ്കിൽ 11 കിലോ ജൂൾ പെർ മോൾ ആണ് എന്താണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. കാരണം എന്താണ്? ബി ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും ഇത് മൈനസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറ്റും? എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് ആ ഒരു സിമ്പിൾ സംഭവം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്? ഇൻ എ റിയാക്ഷൻ 3A gives product, the concentration of A decreases from 0.4 mole liter inverse to 0.1 mole liter inverse in 20 minutes at 300 Kelvin. അതായത് the rate of decrease in the reaction of concentration A during the interval in mole liter inverse minute inverse at 300 Kelvin. അതായത് ഒരു റിയാക്ഷൻ നടന്നിട്ടുണ്ട്. 3A എന്ന് പറഞ്ഞ ഒരു റിയാക്ഷൻ എന്തായി നടന്നത്? പ്രൊഡക്റ്റ് ആയിട്ട് മാറി. അതിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തു? അത് പ്രൊഡക്റ്റ് ആവുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ചെയ്തു 0.4 എന്തായി മാറി? 0.1 ആയി മാറി. എന്ത്? 20 മിനിറ്റ്സിൽ. അപ്പൊ അതിന്റെ റേറ്റ് ഓഫ് ഡിക്രീസ് ആണ്. അതായത് എത്രത്തോളം റേറ്റ് ഡിക്രീസ് നടന്നു? റേറ്റ് ഓഫ് ഡിക്രീസ് ആണ് എന്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷനും ഫൈനൽ കോൺസെൻട്രേഷനും ടൈമും കിട്ടിയിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. നമ്മളോട് ജസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ ദ റിയാക്ഷൻ. ഇനീഷ്യൽ ടൈം തന്നിട്ടുണ്ട്, ഫൈനൽ ടൈം തന്നിട്ടുണ്ട്, ഇനീഷ്യൽ കോൺസെൻട്രേഷനും ഫൈനൽ കോൺസെൻട്രേഷനും തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പിന്നെ നമുക്ക് ഇതിന്റെ ടൈം തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് എന്ത് കണ്ടുപിടിച്ചാൽ മതി? റേറ്റ് ഓഫ് ഡിക്രീസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്ര നോക്കാം. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു എത്രയാണ്? 0.4 ആണ്. 0.4 ആണ്. ഫൈനൽ കോൺസെൻട്രേഷനോ ഇറ്റ് ഈസ് 0.1 ആണ്. ഓക്കെ, പിന്നെന്താണ്? ടൈം തന്നിട്ടുണ്ട് എത്രയാണ്? 20 മിനിറ്റ് ആണ്. ഇനി എന്താണ്? റേറ്റ് ഓഫ് ഡിക്രീസ് അല്ലേ? റേറ്റ് ഓഫ് ഡിക്രീസ് അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക? റേറ്റ് ഓഫ് ഡിക്രീസ് ഈക്വൽ ടു 0.4 മൈനസ് 0.1 ഡിവൈഡഡ് ബൈ 20 ദാറ്റ് ഈസ് 0.3 ഡിവൈഡഡ് ബൈ 20 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 0.015 കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. പക്ഷെ നമുക്കിപ്പോ സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്നൊരു എന്താണ് ഡൗട്ടാണ്. 3A gives P ആണ് പ്രൊഡക്റ്റ്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഇവിടെ *3 ചെയ്തില്ല അല്ലെ? *3 ചെയ്തില്ല എന്തുകൊണ്ടാണ്? കാരണം 3A gives P എന്നല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത്, 3A gives പ്രൊഡക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മളിവിടെ *3 ചെയ്തിട്ടില്ല അല്ലെ? ഒരു കോൺസെൻട്രേഷൻ നമ്മൾ *3 ചെയ്തിട്ടില്ല. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്റെ കോൺസെൻട്രേഷൻ ആണ്, അതായത് 3A കോൺസെൻട്രേഷൻ അല്ല തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് അവിടെ ഇൻറ്റു ചെയ്തില്ല? കാരണം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കോൺസെൻട്രേഷന്റെ ഒരു പ്രോപ്പർ എമൗണ്ട് അല്ല, നമ്മൾ റേറ്റ് ഓഫ് ഡിക്രീസ് ആണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പൊ റേറ്റ് ഓഫ് ഡിക്രീസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്, അല്ലാതെ റേറ്റ് ഓഫ് കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ടൈം, അങ്ങനെ റേറ്റ് ഓഫ് കോൺസെൻട്രേഷൻ അല്ല ചോദിച്ചിട്ടുള്ളത്, റേറ്റ് ഓഫ് ഡിക്രീസ് ആണ്, എത്രത്തോളം കുറഞ്ഞു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താ പറയുക, ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. അതിവിടെ എന്ത് ചെയ്യേണ്ട, 3 വെച്ചിട്ട് ഇൻറ്റു ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും എത്ര, 0.015. ഓക്കെ, 0.015 ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റേഡിയോ ആക്റ്റീവ് ഡീകേ ഫോളോസ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റേഡിയോ ആക്റ്റീവ് ഡീകേ എപ്പോഴും എന്താണ്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. റേഡിയോ ആക്റ്റീവ് ഡീകേ എന്താണ്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓർത്ത് വെക്കുക. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു എൻസൈം ആക്ടിവേഷൻ റിയാക്ഷൻസ് ഒക്കെ എന്താണ്, 0 ഓർഡർ ആണ്. അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻസ് ഒക്കെ എന്താണ്, ഫസ്റ്റ് ഓർഡർ ആണ്. ഇതൊക്കെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. റേഡിയോ ആക്റ്റീവിന്റെ ഓർഡർ ഏതാണ്, അതേപോലെ എൻസൈം റിയാക്ഷൻസിന്റെ ഓർഡർ ഏതാന്നൊക്കെ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്, ഫൈൻഡ് ദ കറക്റ്റ് കോമ്പിനേഷൻ അബൌട്ട് ദ ഫോളോയിങ് പ്ലോട്ട്സ് പി, ക്യൂ ആൻഡ് ആർ ഓഫ് ദ വേരിയേഷൻ ഓഫ് റേറ്റ് ഓഫ് കോൺസെൻട്രേഷൻ. അപ്പൊ 3 ഗ്രാഫ് തന്നിട്ടുണ്ട്. അതായത് റേറ്റും ടൈമും തമ്മിലുള്ള ഗ്രാഫുകൾ, 3 റേറ്റ് ടൈം വെച്ചിട്ടുള്ള 3 ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ക്യൂ റിവേഴ്സിബിൾ ആണ്, പി 0 ആണ്, ആർ ഇറിവേഴ്സിബിൾ ആണ്. അപ്പൊ ഇതിൽ കറക്റ്റ് ഏതാ വരാൻ നോക്കാം. ഇവിടെ എന്താണ്, റേറ്റ് കൂടുന്നതിനനുസരിച്ച് കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നുണ്ട് അല്ലെ. റേറ്റിനനുസരിച്ച് എന്തുണ്ട്, കോൺസെൻട്രേഷൻ കുറയുന്നുണ്ട്. റേറ്റിനനുസരിച്ച് കോൺസെൻട്രേഷൻ കുറയുന്ന റിയാക്ടന്റിന്റെ എമൗണ്ട് കുറഞ്ഞു വരുന്നുണ്ട്. ഇതെന്താണ്, റിയാക്ടന്റ് എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി പ്രൊഡക്റ്റ് പിന്നെ തിരിച്ച് റിയാക്ടന്റ് ആയി മാറാൻ പറ്റുമോ? ഇല്ല. റിയാക്ടന്റ് ഫുള്ള് കഴിഞ്ഞു. അവിടെ ഫോർവേഡ് റിയാക്ഷൻ മാത്രമേ നടക്കുള്ളൂ, ബാക്ക്വേർഡ് റിയാക്ഷൻ അവിടെ നടക്കുന്നില്ല അല്ലേ. അപ്പൊ എന്താണ്, ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. പി എന്താണ്, ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. കാരണം റിയാക്ടന്റ് ഫുള്ള് കോൺസെൻട്രേഷൻ നല്ല കുറഞ്ഞു വന്നു അല്ലേ. അപ്പൊ ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ അവിടെ റിയാക്ഷൻ നടക്കുന്നുള്ളൂ, തിരിച്ച് ഇങ്ങോട്ടേക്കൊന്നുമില്ല, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നില്ല, ഓൺലി ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ മാത്രമാണ്, ഒറ്റ ഡയറക്ഷനിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ എന്താണ്, ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അപ്പൊ പി ഇറിവേഴ്സിബിൾ ആണ്, പി ഇറിവേഴ്സിബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ക്യൂ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഫോർവേഡും ബാക്ക്വേർഡും ഒരേ സെയിം എമൗണ്ടില് ഇക്വിലിബ്രിയം അല്ലെ. ഇവിടെ എന്താണ്, ഇക്വിലിബ്രിയം എത്തുന്നുണ്ട്. ഇക്വിലിബ്രിയം എത്തോളം ഇവര് രണ്ട് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരേപോലെ പോവാം. ഫോർവേഡും ബാക്ക്വേർഡും ഒരേപോലെ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് അല്ലെ. റിവേഴ്സിബിൾ എന്നാണ് എന്ത് നടക്കുക, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുക. ഇറിവേഴ്സിബിളിലോ ഫോർവേഡ് റിയാക്ഷൻ മാത്രമേ നടക്കുള്ളൂ, ഒറ്റ ഡയറക്ഷനിലെ റിയാക്ഷൻ നടക്കുള്ളൂ. അത് നമ്മൾ ഈ ഗ്രാഫിൽ മനസ്സിലാകുമ്പോൾ ഇതിൽ ഒറ്റ ഡയറക്ഷൻ നടക്കുന്നുള്ളൂ. ഈ സെക്കൻഡ് ഗ്രാഫ് എടുക്കുമ്പോൾ 2 ഡയറക്ഷനിലും എന്ത് നടക്കുന്നുണ്ട്, റിയാക്ഷൻ, ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്, റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഇത് നോക്കാം, ഇവിടെ എന്തില്ല, ഇവിടെ റേറ്റ് കൂടുന്നതിനനുസരിച്ച് കോൺസെൻട്രേഷനിൽ വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. റേറ്റ് എന്താണ്, ഇൻഡിപെൻഡന്റ് ഓഫ് കോൺസെൻട്രേഷൻ ആണ്. റേറ്റ് ഒരു ഡയറക്ഷനിലും ടൈമും വേറെ. പക്ഷെ ഇവിടെ കോൺസെൻട്രേഷനെ പറ്റി ഒന്നും പറയുന്നില്ല അല്ലെ. കോൺസെൻട്രേഷനെ പറ്റി ഇവിടെ ഒന്നും പറയുന്നില്ല. അപ്പൊ ഇൻഡിപെൻഡന്റ് ഓഫ് കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ ഇതെന്താണ്, 0 ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പൊ പി ഇറിവേഴ്സിബിളും ക്യൂ റിവേഴ്സിബിളും. പി എന്താണ്, പി ഇറിവേഴ്സിബിൾ ആണ് വരിക, ഇറിവേഴ്സിബിൾ ആണ്. ക്യൂ റിവേഴ്സിബിൾ ആണ് വരിക. ഓക്കെ, ഇതോ ആർ എന്ത് വരും, 0 ഓർഡർ റിയാക്ഷൻ. അപ്പൊ ഇങ്ങനെ വരുന്നതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. പി ഇറിവേഴ്സിബിൾ ആയിട്ട് ഏതാണ്, പി ഇറിവേഴ്സിബിൾ, ക്യൂ റിവേഴ്സിബിൾ, ആർ 0 ഓർഡർ. അപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയാണ് എന്ത്, നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. വേണ്ടിയിട്ട് നമ്മുടെ റേറ്റ് ലോ, ഓർഡർ ഓഫ് ദ റിയാക്ഷൻ റേറ്റ്, ഹാഫ് ലൈഫ്, ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അധികം വരിക. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഈ ഒരു രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും എന്തായാലും നിങ്ങൾക്ക് കീമിനും പ്രതീക്ഷിക്കാവുന്നത്. എസ്പെഷ്യലി നിങ്ങൾ നോക്കുക റേഡിയോ ആക്റ്റീവ് ഡീക്ക് ഏത് ഓർഡർ റിയാക്ഷൻ ആണെന്നൊക്കെ. ഓർഡർ ഓഫ് ദി റിയാക്ഷൻ അത്ര ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ സെക്ഷൻ. താങ്ക് യു.